ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന പല്ലവിയുടെയും സേതുവിന്റെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളെ ഇനി എന്തൊക്കെയാണ് നമ്മുടെ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. അങ്ങനെ ഏതായാലും പൂർണിമ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സേതുവിനെ 16 കഴിയാതെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല, അത് ആരൊക്കെ എന്തൊക്കെ നിർബന്ധിച്ചാലും പറഞ്ഞു വിടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ പൂർണിമയുള്ളത്. പക്ഷേ നമ്മുടെ ഋതികയും സ്വാതിയും അതൊട്ടും അംഗീകരിക്കുന്നില്ല. ഋതികയും സ്വാതിയും പറഞ്ഞിരിക്കുന്നത് വേണ്ട, ഞങ്ങൾ പൊക്കോളാം, പ്രതാപങ്ങളിന്റെ വീട്ടിൽ ഞങ്ങൾ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പ്രതാപങ്ങളിന്റെ വീട്ടിലൊന്നും ഈ ഒരു സമയത്ത് പോകാൻ കഴിയില്ല. പൂർണിമ അതിന് സമ്മതിക്കുകയില്ല. അപ്പൊ പൂർണിമ കർശനമായിട്ടും പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം, അച്ഛന്റെ ഈ ഒരു കർമ്മം കഴിയുന്നത് വരെ ഈ വീട്ടിൽ നിന്നും ആരും പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. ഇതൊക്കെ കാരണം നമ്മുടെ ഋതികയ്ക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ട് പ്രതാപനോട് ചെന്ന് പറയുകയാണ്, എന്താ അങ്കിളെ ഇതിനൊരു പ്രതിവിധി? എനിക്കൊരിക്കലും അയാളെ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്കൊരിക്കലും അയാളെ എന്റെ ഏട്ടന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരന്റെ സ്ഥാനത്ത് പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അയാളെ. എനിക്ക് അയാളെ കാണുന്നത് അറപ്പും വെറുപ്പും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അയാളെ 16-ന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രതാപനോട് ചോദിക്കുകയാണ്. അപ്പൊ പ്രതാപൻ ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഒരു വഴിയുണ്ട് മോളെ, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞ ഒരു വഴി രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വഴി എന്താണെന്ന് നമ്മളെയും കേൾപ്പിക്കുന്നില്ല. ഏതായാലും എന്തെങ്കിലും അവിടെ പ്രതാപനും ഋതികയും കൂടി ചേർന്ന് പ്രശ്നമുണ്ടാക്കി അതെടുത്ത് നമ്മുടെ സേതുവിന്റെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സേതുവിനെ അടിച്ചിറക്കാം, അല്ലെങ്കിൽ സേതുവിനെ 16-ന് മുമ്പ് ഓടിക്കാം എന്നൊരു വിചാരമുണ്ട് ഋതികയ്ക്ക്. അപ്പൊ ഋതികയും സ്വാതിയും കൂടെ ചേർന്നും പ്രതാപനും കൂടെ ചേർന്നും എന്തൊക്കെയോ അട്ടിമറികൾ അവിടെ നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ സേതുവിന്റെ അടുത്തൊന്നും ഇത് ഒരിക്കലും ചെലവാവില്ല. സേതുവിന്റെ അടുത്ത് ഇത് ഒരിക്കലും സേതു അത് അംഗീകരിച്ചു കൊടുക്കുകയുമില്ല. അപ്പൊ സേതു വീണ്ടും വീണ്ടും കുടിച്ചു കൂത്താടിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. സേതുവിന് അവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് വെള്ളം അകത്ത് ചെല്ലാതെ സേതുവിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സേതു കിടന്നുറങ്ങുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ സ്വാതിയുടെ മുറിയിലാണ് സേതു വന്ന് കിടന്നുറങ്ങുന്നത്. സ്വാതിക്ക് ഇത് കണ്ടിട്ട് കാലി വന്നിട്ട് സ്വാതി നേരെ ചെന്ന് നമ്മുടെ പൂർണിമയോട് പറയുക, ഇത് എന്താ അമ്മയെ കാണിക്കുന്നത്? ഇയാൾ കിടക്കുന്നത് കണ്ടില്ലേ? ഇയാൾ എന്തിനാ എന്റെ മുറി കയറി കിടക്കുന്നത്? ഞാൻ സമ്മതിച്ചു തരില്ല, ഇത് എന്റെ മുറിയാണെന്ന് പറഞ്ഞപ്പോ മോളെ എവിടെയെങ്കിലും കിടക്കണ്ടേ? ഏതായാലും ഉറങ്ങിപ്പോയി. ഉറങ്ങിയ മനുഷ്യനെ എന്തിനാ ഇപ്പം വിളിച്ചെണീപ്പിക്കുന്നത്? നാളെ മുതൽ നമുക്ക് വേറൊരു റൂമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഋതികയുടെയും ഒക്കെ റൂമുണ്ടല്ലോ, അപ്പൊ നീ നിന്റെ ചേച്ചിയുടെയോ ഋതികയുടെ ഒക്കെ റൂമിൽ പോയി കിടക്ക, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, എന്റെ കൂടെ വന്ന് കിടക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്റെ റൂമിൽ കിടക്കാതെ ഉറക്കം വരില്ല, അയാളെ എനിക്ക് എണീപ്പിക്കണം എന്ന് പറയാണ്. നമ്മുടെ സേതു അവിടെ നിന്ന് എണീക്കാൻ പോകുന്നുണ്ടോ? സേതുവിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ റൂമിൽ കിടക്കുന്നത് ഇഷ്ടമല്ല എന്ന് അറിയുമ്പോൾ സേതു എന്താ ചെയ്യുന്നത്? സേതു ആ റൂമിൽ നിന്ന് മാറില്ല, എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സേതു അവിടെ കിടക്കുകയുള്ളൂ. ഏതായാലും സേതു അവിടെ നിന്ന് മാറുന്നൊന്നുമില്ല. ലാസ്റ്റ് സേതുവിന്റെ മുമ്പിൽ നമ്മുടെ സ്വാതി അടിയറവ് പറയുകയാണ്. സ്വാതിയുടെ റൂം സേതു കൈയടക്കുക തന്നെയാട്ടോ ചെയ്യുന്നത്. അതും കുടിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പൊങ്ങി എണീക്കും ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മുടെ നേരം പരമ്പര വെളുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാരം കഴിക്കാനായിട്ട് പൂർണിമ സേതുവിനെ വിളിച്ചു. അപ്പം സേതുവിനെ പൂർണിമ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല, അതുകൊണ്ട് കുറുപ്പേട്ടൻ ചെന്നാണ് വിളിക്കുന്നത്. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സേതു അവിടെ നിൽക്കുകയാണ്. അപ്പൊ സേതുവിന് പുറത്തു പോകാൻ കഴിയാത്തൊരു അസ്വസ്ഥതയുണ്ട് കേട്ടോ. സേതുവിന് അവിടെ നിൽക്കുന്നത് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. നമ്മുടെ പല്ലവി പറഞ്ഞായിരുന്നല്ലോ 16 കഴിയാതെ വരരുത്, എന്തൊക്കെ വന്നാലും അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ സേതുവിന് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ പൂർണിമ ആഹാരമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഉപ്പുമാവ് എന്താണ്ടൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കുറുപ്പമാവ് വിളിച്ചു, മോനെ വാ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സേതു എന്താ ചെയ്തത്? അവിടെ കൊണ്ടുവച്ചിരുന്ന ആ ഒരു കാസ്ട്രോളിനകത്തങ്ങാണ്ട് കൊണ്ടുവച്ചിരുന്ന ഉപ്പുമാവ് മുഴുവനും എടുത്ത് തട്ടി അകത്താക്കിട്ടോ. സേതുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. രാത്രി ഒന്നും കഴിക്കാതെയാണ് കിടന്നത്. ഈ വെള്ളം അകത്ത് ചെല്ലുമ്പോഴത്തേക്കും വിശപ്പെല്ലാം കൂടി ഇങ്ങനെ ഇളകി വരൂല്ലോ. അപ്പൊ രാത്രി ബോധവും വെളിവും ഇല്ലാതെ കിടന്നുറങ്ങിയ നമ്മുടെ സേതുവിന് ഈ വിശന്ന് വയറങ്ങോട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഉപ്പുമാവും പഴവും ഒക്കെ കണ്ടത്. അതെല്ലാം കൂടെ കൂട്ടി വെട്ടി വിഴുങ്ങി. ഇത് കണ്ടിട്ട് നമ്മുടെ സ്വാതിക്ക് സഹിക്കുമോ? സ്വാതിക്കും അതുപോലെ തന്നെ ഋതികയ്ക്കും കൂടെ കലി വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾക്ക് വിശന്ന് ഇവിടെ കുടൽ കത്തുക, ഇവിടെ എന്താ ഞങ്ങൾക്ക് ഒരു ആഹാരവും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അമ്മ എന്താ ഈ കാണിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാ ഇയാളെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുന്നത്? ഇയാൾ പുറത്തു വല്ലതും പോയി കഴിച്ചോളൂല്ലേ? ഇത് ഇയാൾ പുറത്തു വിട്ടാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? കർമ്മം കഴിയുന്നവരെ പുറത്ത് പോയി കഴിക്കും, അയാൾ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, ഇതൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി. അപ്പോഴേക്കും
മാധവന്റെ മൂത്ത മോളുണ്ട്. അപ്പൊ മാധവന്റെ മൂത്ത മോള് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്, ഒരു മനുഷ്യനെ വിശപ്പുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ആഹാരം കഴിക്കും. അതിനിപ്പോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അതുപോലെ നമ്മുടെ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അച്ഛൻ എന്നും ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മളെക്കാൾ പ്രിയപ്പെട്ടത് അത് സേതുവേട്ടൻ തന്നെയായിരുന്നു. ഉറപ്പ്. ചേച്ചിക്ക് എന്താ പറ്റിയത്? ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ചേച്ചി ഇത്ര പെട്ടെന്ന് മാറാൻ എന്താ കാരണം? ചേച്ചിയും അല്ലായിരുന്നു, ഇയാളെ ചേച്ചിയൊക്കെ വെറുത്തിരുന്നായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ എന്താ ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല, നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പം, എന്താ ഞങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും? ഞങ്ങൾക്കറിയാത്ത എന്ത് പല കാര്യങ്ങളും ഇവിടെ ഉള്ളത്? അല്ല, എന്തെങ്കിലും ചേച്ചിയും അമ്മയും കൂടെ ഞങ്ങളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും അച്ഛൻ അയാളെ ജീവനാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നൊന്നും വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ അത്ര മണ്ടികളല്ല. അച്ഛനെ വേദനിപ്പിച്ച, അച്ഛനെ കൊന്നത്, സത്യം പറഞ്ഞാൽ എന്റെ അച്ഛൻ മരിച്ചതല്ല, അയാള് കാരണമാണ് അയാളെ എന്റെ അച്ഛനെ കൊന്നത്. എന്റെ അച്ഛന് ചെന്ന് അയാളെ കണ്ടപ്പം ഒരു ആശ്വാസവാക്ക് എന്റെ അച്ഛനോട് പറയാതെ അന്ന് അയാൾ എന്തൊക്കെയാ കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ മാധവന്റെ മൂത്ത മകള് പറയുന്നത്, നിങ്ങൾ മിണ്ടിപ്പോകരുത്, നിങ്ങളൊക്കെ കാരണം തന്നെ അച്ഛൻ ആ ഒരു ഗതി ഉണ്ടായത്. അറിയാലോ സ്വാതി എന്താന്ന് നടന്നത് എന്ന്. അപ്പോഴേക്കും നമ്മുടെ പൂർണിമ ചോദിച്ചു, എന്ത് നടന്നു, എന്താന്ന് നടന്നത്? നടന്നത് എന്താ, ഇവരോരോ നുണക്കഥകളെല്ലാം ഉണ്ടാക്കിയിട്ട് സേതുവേട്ടന്റെ അടുത്തേക്ക് അച്ഛനെ പറഞ്ഞു വിട്ടു. അച്ഛനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിച്ചത്? അന്ന് അച്ഛനെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? അപ്പൊ എങ്ങനെയാണ് ഏട്ടൻ അച്ഛനെ കൊല്ലുന്നത്? സത്യത്തിൽ നിങ്ങളല്ലേ അച്ഛനെ കൊന്നതെന്ന ചോദ്യത്തിന് മുന്നിൽ ഋതികയ്ക്കും സ്വാതിക്കും ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഋതികയും സ്വാതിയും ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ പല്ലവീനെ കാണിക്കുന്നുണ്ട്. പല്ലവിക്കാണെങ്കിൽ നമ്മുടെ സേതുവിനെ ഒന്ന് വിളിക്കണം. അപ്പൊ സേതുവിന് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറയാം, അതേ ഫോൺ വിളിക്കുന്നതിന് മുമ്പായിട്ട് റിങ് ചെന്നു. പല്ലവി വിളിച്ചപ്പോൾ റിങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ മാധവന്റെ മൂത്ത മോള് വന്ന് ആ ഫോൺ എടുക്കുകയും അത് ഞാൻ പല്ലവിയാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും പല്ലവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പുറത്ത് നമ്മുടെ സേതു അല്ലെന്ന് കണ്ടപ്പോഴത്തേക്കും പല്ലവി ഫോണും കട്ട് ചെയ്തു. അപ്പോഴേക്കും തന്നെ എന്തോ മനസ്സിലായി, വല്യേട്ടൻ എന്തോ ചെറിയൊരു ചുറ്റിക്കളി ഉണ്ട്, വലിയ ലവറും ആണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പാത്തു നിന്നു. ഏതായാലും നമ്മുടെ സേതു ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, സേതുവിന്റെ ഫോൺ എടുത്ത് ഇഷ്ടപ്പെട്ടില്ല, നീ എന്തിനാണ് എന്റെ ഫോൺ എടുത്ത് സംസാരിച്ചത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതിനിടയിൽ പല്ലവി വിളിച്ചു. പല്ലവി വിളിക്കുന്നത് ഒളിച്ചു മാറി നിന്ന് മാധവന്റെ മൂത്ത മകൾ ഇതൊക്കെ കണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ മാധവന്റെ മൂത്ത മകൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുകൊണ്ട് നമ്മുടെ സേതുവിനോട് ചോദിക്കുകയാണ്, ആരാ ഫോണില്? ഇത് കാമുകിയാണെന്നാ തോന്നുന്നത്. കാമുകിയാണോ അതോ ബെസ്റ്റിയോ അതോ ഫ്രണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം, എന്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷെ നമ്മുടെ പല്ലവി വിളിച്ചത് വേറെ ഒന്നിനുമല്ല, സേതുവിനോട് ഒരു ഹെൽപ്പ് ചോദിക്കാനും സേതുവിനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോകാനുമാണ്. അപ്പൊ വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് പല്ലവി വിളിച്ചത്. പല്ലവി വിളിക്കുന്ന താമസം നമ്മുടെ സേതു പോകാതിരിക്കുമോ? സേതു പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ പല്ലവിയുടെ ഒരു ബോഡി ഗാർഡായിട്ടും അതുപോലെ തന്നെ പല്ലവിയുടെ ഒരു രക്ഷകർത്താവായിട്ടും പല്ലവിയെ അത്രയ്ക്ക് കെയർ ചെയ്ത് കൊണ്ടു നടക്കുകയാണ് നമ്മുടെ സേതു. ഈ സേതു പല്ലവി കോമ്പിനേഷൻ അടിപൊളിയാണല്ലേ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ എന്ന് പറയുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതിരിക്കുക. അപ്പം നമ്മൾ ഈ ചാനലിൽ പ്രഭോ ഇടുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ, നമ്മൾ മറ്റേ ചാനലിലാണ് ഫുൾ വിശേഷം ഇടുന്നത്. ജിൽ ജിൽ ചിന്നുവിൽ ഫുൾ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ. എന്നും രാവിലെ ജിൽ ജിൽ ചിന്നുവിൽ നമ്മൾ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മൾ വൈകിട്ട് പ്രമോ വിശേഷം ഇടുന്നത്. പ്രമോ വിശേഷം ഇട്ടിട്ട് കുറച്ച് പേര് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഓർത്താണ് ജിൽ ജിൽ ചിന്നുവിൽ നിന്ന് നമ്മുടെ ഈ ഒരു പല്ലവിയുടെയും സേതുവിയുടെയും കഥ ഇങ്ങോട്ടേക്ക് ഫുൾ വിശേഷമായിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിപ്പോൾ എത്രയോ നാൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഈ ചാനലിൽ ചത്തു മരവിച്ച് കിടക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ കൂടി ഒന്ന് പതുക്കെ പൊക്കി ഉയർത്തെണീപ്പിച്ചിട്ട് ചാനലിനെ കൊണ്ടുവരണം കേട്ടോ. അതിന് നിങ്ങളുടെ ലൈക്കൊക്കെ ആവശ്യമാണ്. അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ജിൽ ജിൽ ചിന്നുവിൽ നമ്മൾ ചെയ്യുന്ന കഥ എന്ന് പറഞ്ഞാൽ രേവതിയുടെയും സച്ചിയുടെയും കഥ, ഗൗതമിന്റെയും നന്ദയുടെയും കഥ, പിന്നെ സേതുവിന്റെയും പല്ലവിയുടെയും കഥ, അത് മൂന്നും ചെയ്യുന്നുണ്ട്. ഇവിടെ സേതുവിന്റെയും പല്ലവിയുടെയും പ്രമോ വിശേഷം മാത്രമാണ് നമ്മൾ ഇതിലിടുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ.